ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സെൻസറി റിസപ്ഷൻ ആൻഡ് പ്രോസസ്സിംഗ് കേട്ടോ. സോ ഹിയർ എന്താണ് സെൻസറി റിസപ്ഷൻ ആൻഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള എൻവറോൺമെന്റിൽ കുറേ ചേഞ്ചസ്, ക്ലൈമാറ്റിക് ചേഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ചില ചേഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു ആക്റ്റീവ് റെസ്പോൺസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു ചേഞ്ച് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? സ്റ്റിമുലേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു പാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു റെസ്പോൺസ്, ഒരു ചേഞ്ച് നമ്മുടെ എൻവറോൺമെന്റിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയാം? സ്റ്റിമുലസ് എന്ന് പറയാം. ഈ സ്റ്റിമുലസ് എല്ലാം റെക്കഗ്നൈസ് ചെയ്യുന്ന നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലാണ്, അതായത് നമ്മുടെ ഡിഫറെന്റ് സെൻസ് ഓർഗൻസിലാണ്. ഏതാണ് നമ്മുടെ ഡിഫറെന്റ് സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്? സെൻസ് ഓർഗൻസ് ആർ സ്കിൻ, ടങ്, ഐ, ഇയർ ആസ് വെൽ ആസ് ദ നോസ് അല്ലെ. ഇതാണ് 5 സെൻസ് ഓർഗൻ എന്ന് പറയുന്നത്. ഈ സെൻസ് ഓർഗനിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസിനെ ഡിറ്റക്ട് ചെയ്യത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അതിനെ റിസീവ് ചെയ്യത്തക്ക രീതിയിൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ തക്ക രീതിയിൽ എന്തെങ്കിലും ചേഞ്ച് എൻവറോൺമെന്റിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? സ്റ്റിമുലസ് എന്ന് പറയും. അതിനെയാണ് നമ്മൾ, അതായത് ഒരു ആക്റ്റീവ് റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കത്തക്ക രീതിയിൽ എൻവറോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ സ്റ്റിമുലസ് എന്ന് പറയാം. സോ ഹിയർ വി ക്യാൻ സീ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സ്. പലതരത്തിലുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടാവും. പലതരത്തിലുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസ് അല്ലെങ്കിൽ എൻവറോൺമെന്റൽ ചേഞ്ചസ് ഡിറ്റക്ട് ചെയ്യുന്ന പലതരത്തിലുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടാവും. എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈസ് മെക്കാനോ റിസപ്റ്റേഴ്സ്. മെക്കാനോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ചേഞ്ചസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, മെക്കാനോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ചേഞ്ചസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന റിസപ്റ്റർ, അല്ലെങ്കിൽ സൗണ്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന റിസപ്റ്ററാണ് മെക്കാനോ റിസപ്റ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു തരത്തിലുള്ള റിസപ്റ്ററാണ് തെർമോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ വേരിയേഷൻ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഇൻ ദ തെർമോ റിസപ്റ്റർ. തെർമോ റിസപ്റ്ററിൽ നമുക്ക് ടെമ്പറേച്ചർ വേരിയേഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് കീമോ റിസപ്റ്റർ എന്ന് പറയുന്നത്. കീമോ റിസപ്റ്ററിൽ നമുക്ക് എന്തെങ്കിലും കെമിക്കൽ ചേഞ്ചസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സ്മെല്ലിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ബൈ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. അതായത് എന്തെങ്കിലും സ്മെല്ലിൽ എന്തെങ്കിലും ചേഞ്ച്, അല്ലെങ്കിൽ ഒരു സ്മെല്ല് വന്നാൽ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഇരിക്കും നമ്മുടെ നോസിലാണ് അല്ലെ. അതിന് പറയുന്ന പേരാണ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. അതേപോലെ തന്നെ ടങ്ങിലിരിക്കുന്ന ടേസ്റ്റ് ബഡ്സ് that will help in detecting the taste, that is called as the gustatory receptors. Olfactory receptors um gustatory receptors endana the chemoreceptors ആണ്. So here we studied chemoreceptors, thermoreceptors as well as the mechanoreceptors അല്ലെ. മെക്കാനോറിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തെർമോറിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടായ ഡിറ്റക്ട് ചെയ്യുന്നതാണ്. അതേപോലെ ഓൾഫാക്ടറി കീമോറിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ചേഞ്ചസ്, ദാറ്റ് ഈസ് this one taste, smell as well as the chemical compositionൽ വരുന്ന ചേഞ്ചസും. ഇനി നമുക്ക് സെൻസ് ഓർഗൻസിൽ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഇയറും ഐയും ആണ്. അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ആ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സും അതുപോലെ തന്നെ ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സിനെയും കുറിച്ച് കുറച്ച് നമുക്ക് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് വി വിൽ ജസ്റ്റ് see here. The olfactory receptors are the receptor protein which is present inside our nose. നമ്മുടെ നോസിൽ കാണുന്ന റിസപ്റ്റർ പ്രോട്ടീൻ ആണ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് അത് ഉണ്ടാകുന്നത് it is made up of 3 different types of cells. 3 തരത്തിലുള്ള സെൽസ് കൊണ്ടാണ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. That 3 different types of cells present in the olfactory olfactory cells. It is produced by 3 olfactory cells. ഏതൊക്കെയാണ് ഈ 3 olfactory cells എന്ന് പറഞ്ഞാൽ? That is the 3 different types of olfactory epithelium, that is basal, supporting olfactory cells. എന്ന് പറഞ്ഞാൽ basal cells is nothing but ഇതൊക്കെ എന്താണ്? ഓൾഫാക്ടറി എപ്പിത്തീലിയാണ് കേട്ടോ. ഓൾഫാക്ടറി എപ്പിത്തീലിയം വിച്ച് ഇസ് പ്രസന്റ് ഇൻസൈഡ് ദ നോസ്. അതിനകത്ത് ബേസൽ സെൽ എന്ന് പറഞ്ഞാൽ സ്റ്റെം സെൽസ് ആണ്. ഈ സ്റ്റെം സെൽസിന് എന്ത് ചെയ്യാൻ കഴിയും? ഇറ്റ് വിൽ ബി ഏബിൾ ടു പ്രൊഡ്യൂസ് ദ ഓൾഫാക്ടറി സെൽസ്. അതായത് പുതിയ ഓൾഫാക്ടറി സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള റീജനറേഷൻ കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ കപ്പാസിറ്റി ഉള്ള സെല്ലാണ് എന്ത്? ഈ ബേസൽ സെൽ എന്ന് പറയുന്നത്. അതുപോലെ സപ്പോർട്ടിംഗ് സെൽസ്, ആ ഓൾഫാക്ടറി സെൽസിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സെൽസ് ആണ് സപ്പോർട്ടറി സെൽസ്, സപ്പോർട്ടിംഗ്
supporting cells എന്ന് പറയുന്നത്. അതുപോലെ olfactory cells, that is the actual functioning cells which will secrete the olfactory receptors. Okay, so ഈ smell detect ചെയ്താൽ ആ receptorൽ detect ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ that will be processed in the forebrain region, that is in the olfactory bulb region. Olfactory bulb region ആണ് എന്ത് ഡിറ്റക്ട് ചെയ്യുന്നത്, സ്മെല്ല് ഡിറ്റക്ട് ചെയ്യുന്നത്. Okay, so this is an extension of the forebrain's limbic systems. ലിംബിക് സിസ്റ്റത്തിന്റെ ബ്രെയിനിലെ ലിംബിക് സിസ്റ്റത്തിന്റെ ഒരു എക്സ്റ്റൻഷനിലാണ് നമ്മൾ എന്ത് കാണുക, olfactory bulb കാണുക. Now next one, both nose and tongue, this can detect the chemicals എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതിനകത്ത് ഇനി നമുക്ക് പഠിക്കാനുള്ള ടങ് ആണ്. ടങ് it will detect the taste, that is nothing but through the gustatory receptors. Our taste buds which is present on the tongue region, that will detect the taste. That taste it will be processed in the forebrain region. Okay, gustatory receptors receive ചെയ്യുന്ന stimulation of different taste of the food as well as the drink, that can be detected in the it is detected in the brain, and it will be perceived, or it will be, the flavor will be perceived in the forebrain region. Okay, so here നമ്മൾ പറഞ്ഞു ഈ olfactory receptorsനെ gustatory receptorsനെ പറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് സെൻസ് ഓർഗൻസിനെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. that is nothing but the sense organ which will help in vision, and the sense organ which will help in hearing. So the first sense organ which we are going to study here is eye. Eye is the first sense organ. So the human eye, it is located in the socket of skull, that is called as orbit. ഈ എല്ലാ പോയിന്റ്സും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള, ഞാൻ ഇല്ലാത്തതൊക്കെ ബോർഡിൽ എഴുതുന്നുണ്ട് കേട്ടോ. So here it is present inside the orbit, and it has the function of vision, and we can see the different parts of eye. When we see the eye, it is present in the socket of skull, and this eye, it has different layers. Our eye, it is globular structure. Okay, ഇതിനൊരു globular structure ആണ്, and it has 3 different layers. The outer layer, it is made with sclera. Sclera, it is nothing but a colorless region or white colored region, as there is no blood vessels in this region. Sclera ആണ് ഈ ഐയുടെ ഏറ്റവും പുറത്തെ കവറിംഗ് എന്ന് പറയുന്നത്. Sclera, when it reaches to this region, it will be elongated in the anterior portion in the form of cornea. Cornea എന്ന് പറയുന്ന ഒരു റീജിയൻ കാണുന്നത് നമ്മുടെ ഈ സ്ക്ലീറയുടെ എക്സ്റ്റൻഷൻ ആണ്. അതായത് നമ്മുടെ ഈ കണ്ണിന്റെ വെളുത്ത ഭാഗം ഉണ്ടല്ലോ, അതാണ് എന്ത് കോർണിയ എന്ന് പറയുന്നത്. ഈ കോർണിയ എന്ന് പറയുന്നത് സ്ക്ലീറയുടെ എക്സ്റ്റൻഷൻ ആണ്. സ്ക്ലീറ, ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് എനി ബ്ലഡ് വെസൽ, അതുകൊണ്ടാണ് അത് വൈറ്റ് കളറിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുമ്പോൾ there is no need of seeing the match. നമുക്ക് എന്താ പറയാ, ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുമ്പോൾ അത്രയും കൃത്യമായിട്ട് നമ്മൾ മാച്ച് ഒക്കെ നോക്കിയിട്ടാണ് ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുക. ബിക്കോസ് ഇമ്മ്യൂൺ റെസ്പോൺസ് വിൽ ബി ദെയർ ഫ്രം ദ റിസീവർ. അപ്പൊ ആ റിസീവറിൽ നിന്ന് ഇമ്മ്യൂൺ റെസ്പോൺസ് ഒന്നും ഉണ്ടാവില്ല കോർണിയ ട്രാൻസ്പ്ലാന്റേഷനിൽ. ബിക്കോസ് cornea, it is not having any blood vessels, so there is no defense mechanism in the cornea region. And we can see outer to this cornea there is a mucus like coating. അതായത് നമ്മുടെ cornea white portionന്റെ പുറത്തായിട്ട് ഒരു mucus like coating ഉണ്ട്, that is called as conjunctiva. അതിനെയാണ് നമ്മൾ കൺജങ്ക്ടൈവ എന്ന് പറയുന്നത്. ഈ കൺജങ്ക്ടൈവ ഉണ്ടാക്കിയിട്ടുള്ള നോൺ കെരാറ്റിനൈസ്ഡ് സ്ട്രാറ്റിഫൈഡ് സ്കോമസ് എപ്പിത്തീലിയം കൊണ്ടാണ്. കൺജങ്ക്ടൈവ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കൺജങ്ക്ടൈവ ഈസ് മെയ്ഡ് വിത്ത് നോൺ കെരാറ്റിനൈസ്ഡ് stratified squamous epithelial cells. And these cells are goblet cells. എന്ന് പറഞ്ഞാൽ ഇതിന് എന്ത് സെക്രീറ്റ് ചെയ്യാൻ കഴിയും? മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യാൻ കഴിയും അല്ലേ? നമ്മുടെ കണ്ണൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ വൈറ്റ് പോർഷനിൽ എപ്പോഴും ഒരു മ്യൂക്കസ് കവറിങ് പോലെ കാണാറുണ്ട്. ആ മ്യൂക്കസ് കവറിങ് എന്താന്ന് ചോദിച്ചാൽ കൺജങ്ക്ടൈവ റീജിയനിൽ കാണുന്ന നോൺ കെരാറ്റിനൈസ്ഡ് സ്ട്രാറ്റിഫൈഡ് സ്കോമസ് എപ്പിത്തീലിയൽ ടിഷ്യൂ സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസ് ആണ്.
So here the outer portion of the eye, it is not having any blood vessel, and it is made, that layer it is called as sclera. Sclera in the anterior portion, it is becoming as cornea, and this cornea, it is surrounded by a white mucilaginous tissue that is called as the conjunctiva. Okay, now the second layer or the next layer of this eyeball, that is nothing but choroid layer. See, this choroid layer, it will be light grayish in color, gray color lairikkum choroid, and 2/3 of this eyeball, when it reaches in the anterior position, adayathu eyeball inde anterior position mumbilekku varumbo ekadesham 2/3 region il etti kazhiyumbodekkum it will become maximum thin. adu valare thin aayittu mara kanda nammal ivide etti kazhiyumbodekkum namukku kanadu valare thin aayi mari. See here, the second layer, it is very thin here, right? Then after that again it will increases the size and it will form the ciliary body here. Then the form cheyum ciliary body form cheyum. This ciliary body, it will be again modified in the form of iris. And adha ee കാണുന്നതാണ് iris എന്ന് പറഞ്ഞാൽ. അതായത് ciliary body യുടെ extension ആണ് iris എന്ന് പറയുന്നത്. ഇതിനകത്തൊക്കെ എന്തുണ്ടാവും? Blood supply ഉണ്ടാവും. So it will be in light grayish in color. So here this iris, നമ്മുടെ ഈ കണ്ണിന്റെ ആ കൃഷ്ണമണി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ കറുത്ത ഭാഗമില്ലേ, ആ കറുത്ത ഭാഗം എന്ന് പറയുന്ന, ആ ചുറ്റും കാണുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഈ ഐറിസ് ആണ്. എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ ഐബോളില് കറുത്തിരിക്കുന്ന റീജിയൻ അല്ലെങ്കിൽ കളേർഡ് പോർഷൻ എന്താണ്? ഐറിസ് ആണ് കേട്ടോ. സോ ഹിയർ ഐറിസ്, ഇൻ ബിറ്റ്വീൻ ദ ടു ഐറിസ് ദ ലെൻസ് ഈസ് സിറ്റുവേറ്റഡ്. ലെൻസ് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് ലെൻസിനെ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന സസ്പെൻസറി ലിഗമെന്റ് ആണ് കേട്ടോ. ഈ സസ്പെൻസറി ലിഗമെന്റ് ആണ് ലെൻസിനെ ഈ ഐറിസുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ലെൻസിനെ ഐറിസുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന എന്താണ്? സസ്പെൻസറി ലിഗമെന്റ്. സോ ഒന്നുകൂടെ ഞാൻ പറയാം. ദ സെക്കൻഡ് ലെയർ, ഇറ്റ് ഈസ് ഹാവിംഗ് ദ ബ്ലഡ് വെസൽ, സോ ഇറ്റ് ഈസ് grayish in color, that is called as choroid. Choroid, when it reaches to the 2/3 of the anterior region, it will become very thin, and then after that again it will increases the size to form the ciliary body, and the ciliary body, it is also called as ciliary muscle. Okay, and then again it will be extended in the form of iris. പിന്നെ അത് ഐറിസ് ആയിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതായത് ഈ പോർഷൻ, ഇതാണ് ഐറിസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ദിസ് ഐറിസ് we are able to see in our eye in ഡാർക്ക് കളർ. അതായത് നമ്മുടെ ഐയുടെ ഉള്ളില് നമ്മൾ പുറത്തേക്ക് കാണുന്ന കറുത്ത കളറ് എന്താണ്? ഐറിസ് എന്ന് പറയുന്ന പോർഷൻ ആണ്. Then in between the two iris, the lens is holded by the സസ്പെൻസറി ലിഗമെന്റ്. സസ്പെൻസറി ലിഗമെന്റ് ആണ് ഈ ഐറിസിന്റെ ഇടയിൽ ലെൻസിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഇഫ് വി ആർ ലുക്കിംഗ് സംതിങ് വെരി കെയർഫുള്ളി, അല്ലെങ്കിൽ നമ്മളൊരു സാധനത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് വി ക്യാൻ സി ദിസ് ഐറിസ്, ഇറ്റ് വിൽ അണ്ടർഗോ കൺട്രാക്ഷൻ. ഈ ഐറിസ് കൺട്രാക്ട് ചെയ്യും. ഐറിസ് കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഇവിടെ ചുരുങ്ങിപ്പോകും. അതായത് ദ സെന്റർ റീജിയൻ ഓഫ് ദിസ് ഐറിസ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്യൂപ്പിൾ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പ്യൂപ്പിൾ. ഇതിൽ കൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? ലൈറ്റ് കടന്നു പോകുന്നത് കേട്ടോ. സോ ഈ ലൈറ്റ് കടന്നു പോകുന്ന ഈ റീജിയൻ കുറച്ച് ചെറുതാവും നമ്മളൊരു സാധനത്തിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുമ്പോൾ. നമ്മൾ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുന്നില്ലെങ്കിൽ ഐറിസ് വിൽ ബി റിലാക്സ്ഡ് ആൻഡ് വി ക്യാൻ സീ ദ ലെൻസ് പ്യൂപ്പിൾ റീജിയൻ, ഇറ്റ് വിൽ ബി wide. എന്ന് പറഞ്ഞാൽ the diameter of the pupil is decided by the contraction and relaxation of the iris. Iris contract ചെയ്യുന്ന റിലാക്സ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഈ ലെൻസിന്റെ പ്യൂപ്പിൾ റീജിയൻ ഡൈലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ കൺസ്ട്രിക്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് ഡയമീറ്റർ കൂടി വരികയും അതേപോലെ കുറഞ്ഞു വരികയും ചെയ്യുന്നത് കാണാം കേട്ടോ. Now this is all about the second layer, and we can see this lens, and in between the cornea and lens there is a gap or chamber that is called as the aqueous chamber. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു ചേംബർ ഉണ്ട്, that is called as aqueous chamber. ഈ aqueous chamberന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹാവിംഗ് എ കൈൻഡ് ഓഫ് ഫ്ലൂയിഡ് കോൾഡ് ആസ് അക്വസ് ഹ്യൂമർ. അക്വസ് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഈ അക്വസ് ഹ്യൂമർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഗിവ്സ് നറിഷ്മെന്റ് ഇൻ ദിസ് റീജിയൻ. കാരണം എന്താ? ഇവർക്കൊന്നും ബ്ലഡ് വെസൽസ് ഇല്ല. ഇവിടെ എന്തെങ്കിലും നറിഷ്മെന്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? എക്സ്ട്രാ ഫ്ലൂയിഡ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ അവർക്ക് നറിഷ്മെന്റ് കിട്ടുള്ളൂ. കാരണം എന്താ? അവർക്ക് ബ്ലഡ് സപ്ലൈ ഇല്ലാത്ത റീജിയൻ ആണ് ആ കോർണിയയും അതുപോലെ തന്നെ കൺജങ്ക്റ്റൈവ റീജിയൻ ഒക്കെ അല്ലെ. അപ്പൊ അവിടത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ കൊടുക്കുന്നത് എന്താണ്? അക്വസ് ചേംബറിൽ ഫില്ലായിട്ടുള്ള അക്വസ് ഹ്യൂമർ എന്ന് പറയുന്ന
ഫ്ലൂയിഡിലേക്കാണ്, ഫ്ലൂയിഡിൽ നിന്നാണ് അതിന് ന്യൂട്രിയൻസ് കിട്ടുന്നത്. ആ ഫ്ലൂയിഡിലേക്കാണ് വേസ്റ്റ് മെറ്റീരിയലിനെ എലിമിനേറ്റ് ചെയ്യും, ആ ഫ്ലൂയിഡ് കൊണ്ടുപോയി വേസ്റ്റ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുകയും ചെയ്യും. അതായത് വേസ്റ്റ് മെറ്റീരിയലിനെ ക്യാരി ചെയ്യാനും അതേപോലെ ന്യൂട്രിയൻസിനെ ക്യാരി ചെയ്ത് ഐസിന് സപ്ലൈ ചെയ്യുന്നതും എന്താണ്, അക്വസ് ഹ്യൂമർ എന്ന് പറയുന്ന ആ ലിക്വിഡ് വിച്ച് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ അക്വസ് ചേംബർ. ഓക്കെ, ഇനി നെക്സ്റ്റ് തേർഡ് ലെയർ ഓഫ് ദിസ് ഐബോൾ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് റെറ്റിന. ഈ തേർഡ് ലെയർ എന്താണ്, റെറ്റിനയാണ്. റെറ്റിന വി ക്യാൻ സീ ഇറ്റ് ഈസ് എക്സ്റ്റെൻഡിങ് ടിൽ ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ ഐ. ഐയുടെ ആന്റീരിയർ പാർട്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്നതാണ് ഈ റെറ്റിന എന്ന് പറയുന്ന റീജിയൻ. ഈ റെറ്റിനയ്ക്ക് 3 ലെയർ സെൽസ് ഉണ്ട്, അല്ലെങ്കിൽ 3 ഡിഫറെന്റ് ലെയേഴ്സ് വി ക്യാൻ സീ ഇൻ ദ റെറ്റിന ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. പുറത്തുനിന്ന് അകത്തേക്ക് നമുക്ക് 3 ലെയർ സെൽസിനെ കാണാൻ പറ്റും. ആ 3 ലെയർ സെൽസ് എന്തൊക്കെ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതെന്ന് വെച്ചാൽ ദ ഗാംഗ്ലിയോൺ സെൽസ്, അത് ന്യൂറോൺ സെൽസ് ആണ്. ദെൻ ബൈപോളാർ ന്യൂറോൺസ്, നമ്മൾ ന്യൂറോൺ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ഡെൻഡ്രൈറ്റും ഒരു ആക്സോണും ഉള്ളതിന് നമ്മൾ ബൈപോളാർ ന്യൂറോൺ എന്ന് പറയും. ഈ ബൈപോളാർ ന്യൂറോൺ കാണുന്ന എവിടെയാന്ന് നമ്മൾ പഠിച്ചത്, ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ റെറ്റിന ഓഫ് ഐ എന്ന് പറഞ്ഞത് അല്ലേ. അതിന്റെ മിഡിൽ ലെയർ ആണ് എന്താ, ബൈപോളാർ സെൽ. ഏറ്റവും പുറത്തിരിക്കുന്ന ലെയറിലാണ് എന്തുള്ളത്, ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഇരിക്കുന്നത്. ഏറ്റവും പുറത്തുള്ള ലെയറിലാണ് ഫോട്ടോ റിസപ്റ്റർ. അതായത് റെറ്റിനയില് 3 ലെയർ ആയിട്ടാണ് സെൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഉള്ളിലത്തെ ലെയർ ഗാംഗ്ലിയോൺ സെൽ, സെക്കൻഡ് ലെയർ ഗാംഗ്ലിയോൺ സെൽ എന്ന് പറയുന്ന ന്യൂറോൺ സെൽസ് തന്നെയാണ്. സെക്കൻഡ് ലെയർ എന്ന് പറയുന്ന ബൈപോളാർ സെൽസ്, തേർഡ് ലെയർ ഏറ്റവും പുറത്തായിട്ട് കാണുന്നത്, റെറ്റിനയുടെ ഏറ്റവും പുറത്തായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞാൽ സ്ക്ലീറയിലൊന്നും അല്ല കേട്ടോ, ആ റെറ്റിനയുടെ ഏറ്റവും പുറത്തായിട്ട് കാണുന്ന ലെയറാണ് എന്തെന്ന്, ഫോട്ടോ റിസപ്റ്റർ സെൽസ്. ഈ ഫോട്ടോ റിസപ്റ്റർ സെൽസ് ദാറ്റ് വിൽ റിസീവ് ദ ലൈറ്റ് ത്രൂ ദ ലെൻസ് വഴിയാണ് ഫോട്ടോ റിസപ്റ്റർ സെൽസിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്നത്. Now we can see this photoreceptor cells 2 തരത്തിലുണ്ട്. One is cone cell and another one is റോഡ് സെൽ. കോൺ സെൽസ് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ ഫോർ ഫോട്ടോപിക് വിഷൻ. ഫോട്ടോപിക് വിഷൻ എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റിൽ കളേർഡ് വിഷൻ, അതായത് നമുക്ക് കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളെ ആ കളറോട് കൂടി കാണാൻ വേണ്ടിയിട്ടാണ് കോൺ സെൽസ് ഹെൽപ്പ് ചെയ്യുന്നത്. കോൺ സെൽസിൽ കാണുന്ന പിഗ്മെന്റ് ആണ് ഫോട്ടോപ്സിൻ. ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ ഐഡോപ്സിൻ എന്ന് പറയാം കേട്ടോ. ഐഡോപ്സിൻ ഉണ്ടാക്കിയേക്കുന്ന ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് കൊണ്ടാണ്, അത്രയേ ഉള്ളൂ. ആൻഡ് റോഡ് സെൽസിലെ കാണുന്ന റോഡ് സെൽസ് ഇറ്റ് ഗിവ്സ് സ്കോട്ടോപിക് വിഷൻ. സ്കോട്ടോപിക് വിഷൻ എന്ന് പറഞ്ഞാൽ ഡിം ലൈറ്റിൽ ഉണ്ടാകുന്ന വിഷനെയാണ് സ്കോട്ടോപിക് വിഷൻ. നമുക്കറിയാം ഡിം ലൈറ്റിൽ നമ്മളൊരു സാധനം നോക്കി നമുക്ക് അതിന്റെ എക്സാക്ട് കളർ കാണാൻ കഴിയില്ല അല്ലെ. അപ്പൊ കളേർഡ് വിഷൻ അല്ലാതെ ഡിം ലൈറ്റിൽ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ കിട്ടുന്ന തരത്തിൽ ഉള്ള ഒരു സെൽസ് ആണ്, തരുന്ന തരത്തിലുള്ള ഒരു സെല്ലാണ് എന്ത്, റോഡ് സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റോഡ് സെൽസ് ഉണ്ടാക്കിയിട്ടുള്ള ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ കോൾഡ് ആസ് റോഡോപ്സിൻ. ഇതൊക്കെ ഒരു എന്താ പറയുക വിറ്റാമിൻ എ ഡെറിവേറ്റീവ് ആണ്. അതേപോലെ ഓപ്സിൻ ഈസ് എ പ്രോട്ടീൻ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിറ്റാമിൻ ആൽക്കലൈൻ ഡെറിവേറ്റീവ് ഓഫ് വിറ്റാമിൻ എ. അപ്പോൾ ആൽക്കലൈൻ ഡെറിവേറ്റീവ് ഓഫ് വിറ്റാമിൻ എയും അതേപോലെ തന്നെ ഓപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും കൂടി ജോയിൻ ചെയ്യുന്നതാണ് ഈ പറയുന്ന ഫോട്ടോപിഗ്മെന്റ്സ്. ഫോട്ടോപിഗ്മെന്റ്സ് കോൺ സെൽസിലും റോഡ് സെൽസിലും ആണ് ഉള്ളത്. അതേപോലെ കോൺ സെൽസ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഗിവ്സ് ഫോട്ടോപിക് വിഷൻ, ഇറ്റ് ഗിവ്സ് വിഷൻ ഡ്യൂറിങ് ലൈറ്റ് ആൻഡ് ഇറ്റ് ഗിവ്സ് ഡിഫറെന്റ് കളേർഡ് വിഷൻ. പലതരത്തിലുള്ള കളർ നമുക്ക് ഫോട്ടോപ്സിൻ, പലതരത്തിലുള്ള കളർ പിഗ്മെന്റ്സ്, പലതരത്തിലുള്ള ഫോട്ടോപ്സിൻ നമുക്ക് കാണാൻ പറ്റും. That is nothing but green, blue and റെഡ്. ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ് ആണ് നമ്മുടെ കോൺ സെൽസ് ഡിറ്റക്ട് ചെയ്യുന്ന കളേഴ്സ്. അതായത് ഇതിന്റെ ഓരോന്നിന്റെ കോമ്പിനേഷൻസ് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സ്. ഡിഫറെന്റ് കളർ ടൈപ്പ് ഓഫ് കളർ കോമ്പിനേഷൻ വിൽ ബി ഗിവൻ ബൈ ദിസ് കോമ്പിനേഷൻസ് ഓഫ് ദിസ് ഡിഫറെന്റ് കളേഴ്സ്. ഓക്കെ, റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ ലൈറ്റ്, ഡിഫറെന്റ് കോമ്പിനേഷൻ, ഇറ്റ് ഗിവ്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സ്. അതേപോലെ റോഡോപ്സിൻ എന്ന് പറയുന്നത് there is no different types of these colors. That is the reason we are able to see only in the dim light this rhodopsin will be active. അപ്പോൾ ഈ ഫോട്ടോ പിഗ്മെന്റ്സ് എന്ന് പറയുന്ന ഫോട്ടോപ്സിനും റോഡോപ്സിനും, അത് ഫോട്ടോപ്സിൻ കാണുന്ന കോൺസെൽസിലും റോഡോപ്സിൻ കാണുന്ന റോഡോപ്സിലും റോഡ് സെൽസിലും, അതേപോലെ തന്നെ ഫോട്ടോപ്സിൻ 3 തരത്തിലുണ്ട്, ഗ്രീനും ബ്ലൂവും റെഡും. ഇതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഒക്കെയാണ് ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് നമുക്ക് സാധനങ്ങളെ കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കാണാൻ കഴിയുന്ന. അതുപോലെ റോഡോപ്സിൻ എന്ന് പറയുന്ന സ്കോട്ടോപിക് വിഷന് വേണ്ടിയിട്ടുള്ളതാണ്. Now if you see this retina region, the photopigments which is present in this region, fovea,
ആ റീജിയനിൽ ആ ഒരു റീജിയന് നമ്മൾ പറയുന്ന പേരാണ് മാക്യുല ലൂട്ടിയ. ഇത് നമ്മൾ മാക്യുല ലൂട്ടിയ എന്ന് പറയും. ഈ ഒരു റീജിയന് നമ്മൾ മാക്യുല ലൂട്ടിയ എന്ന് പറയും. ഈ മാക്യുല ലൂട്ടിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദാറ്റ് വിൽ ബി ഹാവിങ് മാക്സിമം നമ്പർ ഓഫ് കോൺസൽസ്. കോൺസൽസ് ഒരുപാട് കാണുന്ന ഒരു റീജിയൻ ആണ് മാക്യുല ലൂട്ടിയ എന്ന് പറയുന്നത്. അതിന് നമുക്ക് യെല്ലോ സ്പോട്ട് എന്നും പറയാം കേട്ടോ. ഇനി നമുക്ക് യെല്ലോ സ്പോട്ട് എന്നും പറയാം. ഈ ഒരു റീജിയനിൽ ഒരു ഡിപ്രഷൻ കാണും. ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് ആസ് ഫോവിയ. ഫോവിയയിലാണ് ഏറ്റവും കൂടുതൽ കളേർഡ് വിഷൻ ഉണ്ടാവുക കേട്ടോ. കാരണം എന്താ, അവിടെയാണ് ഏറ്റവും കൂടുതൽ എന്തിരിക്കുന്നത്, കോൺസൽസ് ഇരിക്കുന്നത്. അത് എവിടെയാന്ന് ചോദിച്ചാൽ ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ഐബോൾ ലാറ്ററൽ ടു ദ ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ടിന് ലാറ്ററൽ ആയിട്ട്, അതായത് ബ്ലൈൻഡ് സ്പോട്ടിന്റെ ഒരു സൈഡിലായിട്ട് പോസ്റ്റീരിയർ റീജിയൻ ഓഫ് ദ ഐയിലാണ് ഈ മാക്യുല ലൂട്ടിയ ഇരിക്കുന്നത്. മാക്യുല ലൂട്ടിയയുടെ ഒരു ഡിപ്രഷൻ ആണ് ഫോവിയ എന്ന് പറയുന്നത്. ആ റീജിയനിലാണ് മാക്സിമം വിഷൻ ഉണ്ടാകുന്നത്. ബിക്കോസ് ദേ ഹാവ് മോർ നമ്പർ ഓഫ് കോൺസെൽസ് ഇൻ ദാറ്റ് റീജിയൻ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ യെല്ലോ സ്പോട്ട്, മാക്യുല ലൂട്ടിയ എന്ന് പറയുന്ന ആ ഒരു റീജിയനെ നമ്മൾ യെല്ലോ സ്പോട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യും. നോ, നമ്മൾ പറഞ്ഞു ബ്ലൈൻഡ് സ്പോട്ടിന്റെ ലാറ്ററൽ ആയിട്ടായിരിക്കുന്നത്. എന്താ ഈ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്? ബ്ലൈൻഡ് സ്പോട്ട് ത്രൂ വിച്ച് ദ ഒപ്റ്റിക് നെർവ് ഇറ്റ് വിൽ ബി മൂവ്ഡ് ഔട്ട്. അതായത് ഒപ്റ്റിക് നെർവ് പുറത്തേക്ക് പോകുന്ന ബ്ലൈൻഡ് സ്പോട്ട് വഴിയാണ് കേട്ടോ. സോ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ റിസപ്റ്റർ സെൽസ് ആർ നോട്ട് പ്രസന്റ് ഇൻ ദി ബ്ലൈൻഡ് സ്പോട്ട്. So here the blood vessels to this retina region will be entered through this blind spot. Blind spot വഴിയാണ് blood vessels കണ്ണിലേക്ക് എൻ്റർ ചെയ്യുന്നതും ഒപ്റ്റിക് നെർവ്സ് കണ്ണീന്ന് പുറത്തേക്ക് പോകുന്നതും ബ്ലൈൻഡ് സ്പോട്ട് വഴിയാണ്. അവിടെ എന്തില്ല, കോൺസൽസും റോഡ് സെൽസും ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വിഷൻ ഉണ്ടാവില്ല. So we will call it as blind spot. Okay, so here how the mechanism of vision it occurs. Before that, once again we will see this. See here, this our eye is a globular structure which is present inside the socket of skull, and we can see we have two eyes or a paired eyes. And we can see this eye, it is made with 3 layers. The outermost layer, it is called as sclera. Sclera, it does not have any blood vessels, so it will be in white in color. And sclera is extended as cornea in the anterior part of the eye. Cornea is surrounded by conjunctiva. Conjunctiva, it is made with a non-keratinized stratified squamous epithelial tissue which is able to secrete the mucus, so we will call it as goblet cells. And we can see the next layer, that is the choroid layer, which will be having the blood supply. When it reaches to the anterior 2/3 of the eyeball, it will become the thinnest. Then again it will become wide and it will form the ciliary body or ciliary muscle, and the ciliary muscle which will be extended in the form of iris. In between the two iris there is a single lens. That lens, it is attached to the iris with the help of the suspensory ligament, and we can see the iris, it will manage the diameter of the pupil. Pupil is a gap in between the two iris on lens. Through that pupil, the light will be entered inside the eye to the retina region. Retina is the innermost layer of the eyeball, and retina, it consists of 3 different layers of cells. Innermost layer is ganglion cell, then the middle layer, it is bipolar neuron, and we can see the outer layer, it is made with photoreceptor cells. Photoreceptor cells, 2 different types are there, that is cone cells and rod cells. Cone cells, it gives photopic vision. Rod cells, it gives scotopic vision. Cone cells, there are 3 different types, that is red recognizing, blue recognizing, green recognizing. Different combinations of these cone cells, it gives different colored vision. And we can see this cone cell, it consists of the pigment, photopigment, that is called as iodopsin, and it is made with a photopsin protein. And we can see the next type of cell is rhodopsin. Rhodopsin, it is giving the dim light vision or scotopic vision, and these 2 are made with alkaline derivative of vitamin A, and we can see it also has an opsin protein. And we can see there is 2 different regions in retina which is important, where the blood vessel which is entering inside the eye as well as the optic nerve which is leaving from the eye, that region, there will not be any cone cells and rod cells, so there will not be vision in that region. That is called as blind spot.
And we can see in retina region, lateral to this blind spot in the posterior region, there is a portion where we can see maximum number of concells, that is called as macula lutea, that is also called as yellow spot, and it has a depression like structure called as fovea. And we can see the chamber in between the lens and cornea, that is called as aqueous chamber. This aqueous chamber, it will be filled with aqueous humor. Aqueous humor, it gives the nourishment to this eye cornea region, as well as this conjunctiva region and the lens also get the nourishment from this aqueous humor. And there is a chamber in between the lens as well as the retina, that is nothing but vitreous chamber. Vitreous chamber, it is filled with a jelly like fluid called as vitreous humor. Actually this will maintain the globular structure of the eye. Eye a particular structure kodukuna ee vitreous chamber le fill cheyidittulla vitreous humor aanu. There is no need of replacing this vitreous humor always. But ee aqueous chamber le fill cheyidittulla aqueous humor, it will be continuously recycled. It will be reformed. The new when they receive the waste material, it will be moved out from here. Again they will be recreating from the plasma. Nammada plasma is undavunnaanu ee parayna in the aqueous humor ennu parayna watery fluid. Okay, now next we have to see how the mechanism of vision occurs. Enganeyana vision undavunnu? See here, the light, it will be passed through the cornea and it passes through the lens. Cornea vadi, lens vadi, light passing, that will hit to the retina region. When it hit to the retina region, retina, the outermost layer, it is nothing but the photoreceptor cells. Our photoreceptor cells in light recognize cheyanum, adine receive cheyanulla kazhivundu. Photoreceptor cells, it has special pigmental protein pigments, that is nothing but photopsin and rhodopsin, right? Appa ee light vannu ee retinade ettavum portha photoreceptor cells il hit cheyumbo ee parayna photopsinum adupole thanne rhodopsinum, that will be stimulated for certain chemical changes. Chemical changes ne vendite adu stimulate cheyum. Adu evidannaanu environment innu varuna light inaanu alle aa stimulation undavunna. That stimulation, due to that we can see this photopsin and rhodopsin, that will be dissociated into the alkaline vitamin derivative as well as the opsin protein. Adu rendum kude dissociate cheyidittu oru chemical change undavum endile aa photopigmentil undavuna chemical change konde the bipolar neuron, that will receive that message from the chemical changes which occurs in the photopigmentil undaya chemical changes ne bipolar neuron receive cheyum. Bipolar neuron inna the ganglion cell ilekku variyum. Ganglion cell inna the optic nerve ilekku pass cheyum. Optic nerve inna the processing region of the vision in the forebrain, it will be detected. Nammada forebrain il adu detect cheyum cheyum, and we will be able to see the image of that particular substance. Adu kazhinjittu pinne namukku nammada brain il store cheyidu vechekkunna previous memory anusarichum adupole thanne previous experience anusarichum we can understand actually what is the picture or who is that person. Ipo nammal oraleyanu kannunengi pandu kanda ormayile, okay, this is that person and I have already met him in this place, whether he is dangerous person or he is a friendly person, these all things will be processed or we will understand somewhat by seeing the outside appearance of that particular object or a person. Okay, idana mechanism of vision nu parayunnu. Mechanism of vision il opsin protein retinal region, adayithu alkaline derivative of vitamin A യും കൂടി dissociate ചെയ്യുന്നതാണ് അവിടെ ഉണ്ടാകുന്ന chemical change എന്ന് പറയുന്നത്. ഇവിടെ റിസപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ഫോട്ടോ റിസപ്റ്റർ കോൺസെൽസും റോഡ് സെൽസും ആണ്. ആ ഫോട്ടോ റിസപ്റ്റർ കോൺസെൽസും റോഡ് സെൽസും ആവാനുള്ള കാരണം അവരുടെ ഉള്ളിൽ എന്തിരിക്കുന്നുണ്ട്? ഫോട്ടോ പിഗ്മെന്റ്സ് ഇരിക്കുന്നുണ്ട്. പിഗ്മെന്റൽ പ്രോട്ടീൻ which is able to absorb the sunlight, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു ഇമേജിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക പിഗ്മെന്റ്സ് അവർക്ക് ഉണ്ടാവും. ഒരു പിഗ്മെന്റിൽ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ് ആണ് നമ്മുടെ ഒപ്റ്റിക് നെർവ് വഴി ഇറ്റ് വിൽ ബി പാസ് ടു ദ ഫോർ ബ്രെയിൻ റീജിയൻ. ഫോർ ബ്രെയിൻ റീജിയനിൽ ഓക്സിപിറ്റൽ ലോബിലാണ് വിഷൻ പ്രോസസ് ചെയ്യുന്നത് കേട്ടോ. വിഷൻ വിൽ ബി റെക്കഗ്നൈസ്ഡ് ഓർ ഇറ്റ് വിൽ ബി ഡിറ്റക്റ്റഡ് ഇൻ ദ occipital lobe of the forebrain. Okay,
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് എന്തിനെ പറ്റിയിട്ട്, നമ്മുടെ ഐനെ പറ്റിയിട്ട് പഠിക്കാനുള്ള. ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഇയറിനെ പറ്റിയിട്ട് പഠിക്കാം കേട്ടോ. സോ ഇത്രയും ഞാൻ പറഞ്ഞ ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ ഒരുപാട് NCERTയുടെ പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇത്രയൊക്കെ നമുക്ക് ചോദിക്കാറുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അത്രയത്തിൽ നിർത്തിയത് കേട്ടോ. ഇനി നമുക്ക് ആ വിഷനൊക്കെ ഉണ്ടാകുന്ന മെക്കാനിസം ഓഫ് ഫോർമേഷൻ ഓഫ് ദാറ്റ് ഇമേജ്, അതൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നില്ലേ, ബയോളജിയിൽ ചോദിക്കാറില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഫിസിക്സിൽ എത്രമാത്രം പഠിക്കാനുണ്ടെന്ന് പഠിച്ചു വെച്ചോളാം. അത് ഫിസിക്സിൽ സാധാരണ ചോദിച്ച് കാണാറുള്ളൂ. ഓക്കെ, സോ വിൽ സീ ദ നെക്സ്റ്റ് സെഷൻ ഇയർ.